നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് സോളാർ പ്ലാന്റുകളിലെ തീപിടുത്തം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് തീ പിടിക്കുന്നത് എന്നുള്ള കാര്യം കേട്ടോ. ഇതുണ്ട്, ഇത് ഒരു സോളാർ പാനലിൽ നിന്ന് വരുന്ന സപ്ലൈ ആണ്. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും. അപ്പോൾ ഇത് തമ്മിൽ ഒന്ന് ഞാൻ ഷോർട്ട് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, നോക്കൂ, അടുപ്പിച്ച് കാണിക്കാവേ. ഉണ്ട്, വിട്ടുപോരില്ല. ഒന്ന് ഷോർട്ടായിട്ട് പിന്നെ അതങ്ങനെ പിടിച്ചിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഷോർട്ടായിട്ട് വിട്ട് കഴിയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ ആർക്കിങ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? നമുക്ക് ശരിക്കും ഭീകരമായ രീതിയിലുള്ള തീയാണ് വരുന്നത്. കണ്ടോ, കണ്ടോ, തീ കത്തി കണ്ടോ. ആ ഇതിൻ്റെ ഈ കേബിൾ സൈഡ് കത്തിക്കൊണ്ടിരിക്കാതെ കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ടോ, ഇതിപ്പോൾ ഷോർട്ട് ആവണമെന്നില്ല, അല്ലാതെ കത്തിക്കൊണ്ടിരിക്കും. കണ്ടോ, വരുന്നുണ്ടോ. ഇത്ര നേരം അല്പനേരം ഷോർട്ടായപ്പോൾ തന്നെ ഈ സാധനം മൊത്തം കത്തി തീയായിട്ട് ആ പ്ലാസ്റ്റിക് എല്ലാം കത്താൻ തുടങ്ങി അതിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ സമയത്തേക്ക്, അല്ലെങ്കിൽ നല്ല ഹൈ, ഇപ്പം ഞാൻ കുറച്ച് വെയിൽ കുറവുള്ള സമയത്താണ് ഇപ്പോൾ ചെയ്യുന്നത്, എന്നിട്ട് പോലും ഇത്രയാണെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് കൂടുതൽ പാനലുകളുള്ളത്, കൂടുതൽ ആംബിയറുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇത് എത്രമാത്രം ശക്തമായിട്ടായിരിക്കും കത്തുന്നതെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാവുന്നൊരു കാര്യമുള്ളൂ. അപ്പോൾ പലരും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, ഈ AC ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന AC-ക്കകത്ത് നമ്മൾ എന്തെങ്കിലും ഷോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നും കത്താറില്ലല്ലോ സാറിന് ഇതിൽ. അപ്പോൾ അതുപോലെ തന്നെ അതിലും സേഫ് ആയിരിക്കും ഈ സോളാർ സിസ്റ്റങ്ങൾ എന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ AC വളരെ സേഫ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിനെ കഴിഞ്ഞും ഡേഞ്ചർ ആയിട്ടുള്ള, ഏറ്റവും പെട്ടെന്ന് അതിനെ കഴിഞ്ഞും, അതായത് AC കഴിഞ്ഞും 10 ഇരട്ടി സാധ്യതകൾ ഇതേപോലെ തീ പിടിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളത് സോളാർ പ്ലാന്റുകളിലാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനകത്ത് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണമെന്നും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലൂസ് കോണ്ടാക്റ്റുകൾ ആണ് ഇതിനകത്ത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം രണ്ടെണ്ണം തമ്മിൽ ആർക്കിങ് വന്നപ്പോഴാണല്ലോ ഇത് പ്രശ്നം വന്നത്. അപ്പോൾ ഈ ലൂസ് കോണ്ടാക്റ്റുകൾ അതിനകത്ത് ഏറ്റവും ഒന്നാമത്തെ വില്ലൻ എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പം ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ പ്ലാന്റിൽ ഒരിടത്തും DC സൈഡിൽ ലൂസ് കോണ്ടാക്റ്റ് വരരുത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ AC-യിൽ നമ്മൾ ലൂസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് ഒരു പ്രശ്നം വരാത്തതിൻ്റെ കാരണമെന്ന്. അതിൻ്റെ കാരണം വെച്ചാൽ ഈ AC എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് ഭയങ്കര ഹൈ ആയിട്ടുള്ള ആംബിയറാണ് നമ്മുടെ ട്രാൻസ്ഫോർമറിൽ നിന്ന് വരുന്ന ആ പവർ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു 500 ആംബിയറൊക്കെ വരും നമുക്കതിനകത്ത് എടുക്കാവുന്ന ആംബിയർ. നമ്മളിപ്പോൾ ഷോർട്ടിംഗ് എന്നുള്ള രീതിയിൽ തോന്നിയാൽ 1000-നും 2000-നും മുകളിലേക്കുള്ള ഹൈ, അത്രയും ഭയങ്കര ആംബിയർ വേണമെങ്കിലും അതിൽ നിന്ന് വരുന്നതുകൊണ്ടൊക്കെ അതിൻ്റെ സർവീസ് വെയർ ആണെങ്കിലും ഫ്യൂസ് ആണെങ്കിലും എവിടെ വേണമെങ്കിലും ഷോർട്ടിംഗ് എന്നുള്ള രീതിയിലേക്ക് വന്നാൽ അപ്പം തന്നെ ആ സെക്കൻഡ് കത്തിപ്പോവും. അല്ലാതെ ഇതുപോലെ അത് ചൂടായി നിൽക്കുകയോ അത് ആർക്കായി നിൽക്കുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരിക്കലും AC സൈഡിൽ വരത്തില്ലാത്തതുകൊണ്ട് അത് വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. MCB വെച്ചാൽ മതി, ഷോർട്ടായാലും അപ്പം തന്നെ ഓഫ് ആയിക്കോളും, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെ പറയുന്ന കേൾക്കാമല്ലോ നമുക്ക് ഈ ഓരോ തീപിടുത്തമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതെന്താണെന്ന്. ശരിക്കും അത് ഷോർട്ട് സർക്യൂട്ട് ആവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം MCBകളോ ഫ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കിയാൽ അപ്പം തന്നെ അത് എരിഞ്ഞു പോകും. ഈ ലൂസ് കോണ്ടാക്റ്റ് പോലെയുള്ള സംഭവത്തിൽ തന്നെയാണ് AC-യിലാണെങ്കിലും ഈ തീപിടുത്തം കൂടുതലും ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് ഈ ലൂസ് കോണ്ടാക്റ്റ് എവിടെയെല്ലാം വരാം, എങ്ങനെയൊക്കെ വരാം എന്ന് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് പാനലിൽ നിന്ന് കണക്ട് ചെയ്യുന്ന അവിടെ മുതൽ, അതായത് MC4 കണക്ടർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ സംഭവമായിട്ട് നമ്മൾ പാനലിൽ നിന്ന് ഇത് കണക്ട് ചെയ്യുന്നിടത്ത് ഇതിനുള്ളിലുണ്ടാകാവുന്ന ലൂസ്, ഇതിനുള്ളിൽ എന്തെങ്കിലും ആർക്കിങ് പോലെ വന്നാൽ ഈ സംഭവം നിന്ന് കത്തി ഇതേന്ന് മുതൽ നമുക്ക് ഈ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേബിളുകൾ ഉപയോഗിക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞ കേബിളുകൾ, ഈ UV പ്രൊട്ടക്ടർ എന്നൊക്കെ പറഞ്ഞ് വരുന്ന നല്ല കേബിളുകൾ, ഇതേപോലെയുള്ള സംഭവങ്ങൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ സംഭവം കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ലായിരിക്കും. അപ്പം നിങ്ങളോട് ഞാൻ ആ കേബിൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും അത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള തീ പിടിക്കാത്ത കേബിളാണെന്നൊക്കെ ഉള്ളത് നോക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കേബിൾ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി. അതിനകത്ത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യമാണ് ഇതുണ്ട്, ഈ ഫെറോള് ഉണ്ട്, ഇതേപോലെയുള്ള ഈ ഫെറോളുകൾ. അപ്പോൾ നമ്മൾ ഈ കേബിളിൻ്റെ അറ്റത്ത് ഈ ഫെറോൾ ഇട്ടിട്ടുണ്ട്, ഇതുപോലെ ഇത് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഞാനിത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഫെറോൾ ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഫെറോൾ ഇട്ടാലുള്ള ഒരു ഗുണം വെച്ചാൽ ഇങ്ങനെയുള്ള ഈ സ്പാർക്കോ അല്ലെങ്കിൽ ആർക്കോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമ്മളങ്ങ് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കമ്പികളും നാരുകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്
കാര്യമായ ഒരു തീ പിടിക്കാൻ അല്ലെങ്കിൽ സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഫെറോൾ ഇടാതെ നമ്മൾ വയർ കണക്ട് ചെയ്ത് നല്ല തീ പിടിച്ചതുകൊണ്ട് ഇതുപോലെ വരും. ഇതുണ്ടോ, ഇതുപോലെ കത്തി തവിട് പൊടിയാവും ആ ഒരു കൊടുത്തിരിക്കുന്ന വയർ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം. അതിനാണ് ഈ ഫെറോൾ ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കൃത്യമായിട്ട് മുറുക്കുവാണെന്നെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് പറ്റും. ഒന്ന്, അത് ശ്രദ്ധിക്കുക. രണ്ട്, ഈ MC4 കണക്ടർ നല്ല ക്വാളിറ്റി ഉള്ള ഇടണം കേട്ടോ. MC4 കണക്ടർ ഇതിനകത്ത് ക്രിമ്പ് ചെയ്യുന്ന ആ ഒരു സംഭവം അത് കറക്റ്റ് തന്നെ ആയിരിക്കണം. എന്തെങ്കിലും കാരണം ഒരല്പം മാറി ക്രിമ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ക്രിമ്പിങ് ശരിക്കും പിടിക്കാതെ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് കത്തും, ഉറപ്പായിട്ടും കത്തും. അങ്ങനെ ഒത്തിരി കേസ് വരാറുണ്ട്. അപ്പോൾ അത് അത്ര കൃത്യമായിട്ടും നല്ല സ്ട്രോങ് ആയിട്ട് മുറുകി തന്നെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. അതൊരു പ്രധാന കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെ ഈ ഫെറോൾ ഇട്ടിട്ടായിരിക്കണം എല്ലാ കേബിളുകളും മുറുക്കുന്നത്. അതിന് പുറമെ നമ്മളുടെ ഒരു പ്ലാന്റിൻ്റെ വർക്കുകൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മുഴുവൻ എല്ലാ സ്ക്രൂകളും നമ്മൾ ശരിക്കും ഒന്നുകൂടി വീണ്ടും ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ ഫിനിഷ് വർക്കിലേക്ക് പോകാൻ പാടുള്ളൂ. ടൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പിന്നെ വേറെ സംഭവം, ചിലരുടെ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ബ്രാസിൻ്റെ ഒക്കെയാണ് ഇതിനകത്തുള്ള ആ പീസൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ മുറുക്കി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അത് നമുക്കറിയാം ഏകദേശം ഒരു ഫുൾ മാക്സിമം ടൈറ്റ് ആയിരുന്നു. പിന്നെ കണ്ടമാനം ബലം പ്രയോഗിച്ചാൽ മാത്രം മുന്നോട്ട് പോകുന്നുള്ളൊരു സാഹചര്യം വരുന്നതിനാണ് ടൈറ്റ് എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കണ്ടമാനം ബലം പ്രയോഗിച്ച് മുന്നോട്ട് പോയിക്കുന്നത് അത് ചിലപ്പം പൊട്ടിപ്പോവും. പൊട്ടുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവസാന ഒരു ത്രെഡ് മാത്രം ചിലപ്പോൾ പോയി കിടക്കും, പോയിട്ട് അതിങ്ങനെ ലൂസായി നിൽക്കും. ചില കേസ് നമ്മൾ പുതിയത് വരുമ്പം തന്നെ അത് നമ്മൾ മുറുക്കി കഴിയുമ്പോൾ ഫുൾ അങ്ങ് മുറുക്കി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ ലാസ്റ്റ് ത്രെഡ് മാത്രം പിടിക്കാതെ വന്ന് ചെറുതായിട്ടൊന്ന് തെന്നിപ്പോവും. തെന്നിപ്പോയിക്കുമ്പോൾ ആൾക്കാർ വീണ്ടും ഒന്ന് ഇറക്കുമ്പോൾ വീണ്ടും മുറുകുന്നുണ്ട്, വീണ്ടും ഒന്നുകൂടെ ഒരു ചുറ്റി വന്നു കഴിയുമ്പോൾ വീണ്ടും മുറുകി പതുക്കെ ഒന്ന് പിടിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പല ആളുകളും എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് മൊത്തത്തോടെ MCBയോ അല്ലെങ്കിൽ എന്തൊരു സാധനം എന്ത് സംഭവമാണെങ്കിലും അത് മാറ്റിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് അത് അത്യാവശ്യം മുറുകുന്ന രീതിയിലാക്കി അങ്ങ് വെച്ചേച്ചിട്ട് അവരങ്ങ് പോരും. ഇത് ഏറ്റവും കൂടുതൽ തീ പിടിക്കാനായിട്ട് കത്തി പിടിക്കാനുള്ള സാധ്യത ഉള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു വീഡിയോയ്ക്ക് അതൊരു കമൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻവെർട്ടർ, സ്ട്രിങ് ഇൻവെർട്ടർ കത്തിപ്പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ ഈ MCB അതിനോട് കൂടി തന്നെ കത്തിപ്പോയി. എന്തുകൊണ്ടാണ് ഈ MCB കത്തിപ്പോകാനുള്ള കാര്യം? ഇൻവെർട്ടർ മാത്രം പോയാൽ പോരെ, MCB ഓഫായാൽ പോരെ എന്നുള്ളതാണ് പുള്ളി ചോദിച്ചൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല രീതിയിൽ കൂടെ ഈ MCB അങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും വരുന്ന അതിനകത്ത് ഒരു പ്രശ്നം, ഞാൻ ഇതിന് മുൻപിലെ ഒരു വീഡിയോ ഞാൻ ഈ MCB AC MCBയും DC MCBയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ആ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഒരു DC MCB എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഷോർട്ടായാലും നമ്മുടെ ഈ സോളാറിൻ്റെ സപ്ലൈക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ഷോർട്ടായി കഴിഞ്ഞാലും അതിന് മാക്സിമം കിട്ടാവുന്ന ഒരു ആംബിയർ ഉണ്ട്. അതിൽ കൂടുതൽ ആംബിയർ ഒരിക്കലും സോളാറിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല, AC പോലെയല്ല. അത് ഞാനിപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു മാക്സിമം ആംബിയർ കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ 16 ആംബിയറിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന് മാക്സിമം വരുന്ന 13 ആംബിയർ ആണെങ്കിൽ ഈ MCB ഓഫ് ആകത്തില്ല. അതായത് IGBTയോ അല്ലെങ്കിൽ മോസ്ഫെറ്റോ ഈ സ്ട്രിങ് ഇൻവെർട്ടറിനകത്ത് ഷോർട്ടായി കഴിഞ്ഞാൽ വലിയ വില കൂടിയ സ്ട്രിങ് ഇൻവെർട്ടറുണ്ട്. അതായത് ഹൈ എൻഡിലുള്ള അതിനകത്തൊക്കെ ഇങ്ങനെ IGBT ഒക്കെ ഷോർട്ടാക്കി അതിനകത്ത് വേറെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ സാധാരണ വരുന്ന ഈ നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു സാധാരണ ഇൻവെർട്ടറുകളിലും ആ ഒരു സംവിധാനങ്ങളൊന്നുമില്ല. IGBT അല്ലെങ്കിൽ ഷോർട്ടായി കഴിഞ്ഞാൽ ഷോർട്ടായി തന്നെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഫ്യൂസും പോകില്ല. കാരണം വെച്ചാൽ ഈ ഫ്യൂസ് ആണെങ്കിലും കുറേ സമയം കിടന്നതിന് ശേഷം മാത്രമാണ് പോകുന്നത്. ഇപ്പോൾ 20 ആംബിയർ ഫ്യൂസ് അല്ലെങ്കിൽ 16 ആംബിയർ ഫ്യൂസ് എടുത്തെങ്കിൽ 13 ആംബിയർ നമുക്കിതിൽ മാക്സിമം ഷോർട്ടിങ് ആക്കിയാൽ നമുക്ക് സപ്ലൈ ഉള്ളൂ. അന്നേരം 16 ആംബിയറിൻ്റെ ഒരു ഫ്യൂസ് കത്തുക എന്ന് പറഞ്ഞാൽ കുറേ സമയം കിടന്ന് ചൂടായിട്ട് കത്താനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. എന്നാൽ പോലും ചിലപ്പോൾ ചിലത് കത്താറില്ല എന്നുള്ളതാണ് അതിനകത്ത് വരുന്നൊരു പ്രശ്നം. അതുപോലെ MCBയും ഇത് ഓഫ് ആകുകയല്ല. അപ്പം എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇത് ഷോർട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്നാ സംഭവിക്കുന്നത്, നമുക്ക് ആ പാനലിൽ നിന്ന് മാക്സിമം ഇങ്ങ് പോരുന്ന കേബിളുകൾ എവിടെയെങ്കിലും വണ്ണം കുറഞ്ഞോ അല്ലെങ്കിൽ എലി കടിച്ചൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നല്ല രീതിയിൽ ചിലപ്പോൾ ചൂടാവും, വണ്ണം കുറഞ്ഞ് പോകും. അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഏറ്റവും ഗേജ് കുറഞ്ഞത് അവിടെയാണ് ഹീറ്റപ്പ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതേപോലുള്ള MCBകൾ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ഇതിനുള്ളിൽ കോണ്ടാക്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ രണ്ട് ഇതും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നത് ആ സംഭവം മാത്രം. നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ സ്ക്രൂ ശരിക്കും ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം സ്ക്രൂ ടൈറ്റ് ആവാതെ വരുന്ന ഇതിനകത്തെ കോണ്ടാക്റ്റ് മാത്രം ഇങ്ങനെ ചെറുതായിട്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ചായി സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കൊണ്ട് ഉള്ള ബലത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ഹൈ ആയിട്ടുള്ള ആംബിയർ ഇതേ കൂടെ ഫ്ലോ ചെയ്ത് കഴിയുമ്പം ഈ ഏറ്റവും കൂടുതൽ ചൂടാകാൻ ചാൻസ് ഉള്ളത് ഈ MCBക്ക് അകത്തുള്ള ആ ഷോർട്ടായിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പാർട്ടാണ്, ആ കാലുകളുണ്ടല്ലോ തമ്മിൽ പിടിക്കുന്ന കാലുകൾ, അതായിരിക്കും ഏറ്റവും കൂടുതൽ ചൂടാവുന്നത്. അപ്പോൾ ചൂടായി അവിടെ കണ്ടമാനം ചൂടാക്കുന്നത് ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ പഴുത്ത് വന്നിട്ട് അതങ്ങോട്ട് ഓപ്പണായി പോകും. ഓപ്പണായി പോയിക്കുമ്പോൾ അവിടെ ആർക്കിങ്ങും കാര്യങ്ങളും വരും, തീ കത്താം, പല പ്രശ്നങ്ങളും ഉണ്ടാകും. എന്നാ സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതേപോലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ
എത്ര ശ്രദ്ധിച്ച് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര മുറുക്കി വെച്ചെന്ന് പറഞ്ഞാലും എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് 100% സേഫായിട്ട് നമുക്ക് ഒരിക്കലും ഒരു വർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്നെ കഴിഞ്ഞും വലിയ എഞ്ചിനീയർമാർ വലിയ ടീംസുകൾ വലിയ സെറ്റപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരെക്കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക, അവരും കുറച്ച് ശ്രദ്ധിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇത് 100% സേഫായിട്ട് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഒന്നും ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും പിന്നെ എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെയാണ് സംഭവം. മാക്സിമം നമ്മൾ നോക്കുക. പിന്നെ പല വീടുകളിലും ഇതിനോട് ചേർത്ത് കണ്ട വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇടുക. ഇപ്പം ഇൻവേർട്ടറൊക്കെ ആണ്, അതിന് മുകളിലെല്ലാം പേപ്പറും കുപ്പിയെല്ലാം വാരിയിടുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തീ പിടിച്ച് അവിടുന്ന് വല്ല തീ പിടിച്ചിട്ട് പിന്നെ അത് ചെയ്ത ആൾക്കാരെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. നമ്മൾ നോക്കാനുള്ള മാക്സിമം നോക്കണം. ഓൺ ഗ്രിഡിലാണ് ഈ പുറത്ത് ഭിത്തിയിലൊക്കെ അത് അടിച്ച് വെച്ചേക്കുന്നത് കാരണം കൊണ്ട് അത്ര ഒരു പ്രശ്നം വരത്തില്ല. കാരണം ഭിത്തിയിലിരുന്ന് ഈ MCBകൾ കത്തിയാലും അത് അവിടെ ഇരുന്ന് പുകഞ്ഞ് കത്തി അങ്ങ് പോകുന്നുള്ളല്ലാണ്ട് വേറെ ഇങ്ങോട്ട് തീ പടരത്തില്ലല്ലോ. പക്ഷേ തീ പടരുന്ന സ്ഥലത്താണ് നമ്മളുടെ ഈ സിസ്റ്റം നമ്മൾ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ കെയർഫുള്ളായിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ ഇതൊരു 6 മാസം കൂടുമ്പോൾ നമ്മുടെ ഈ പ്ലാന്റിൽ എല്ലാ സ്ക്രൂകളും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് മുറുക്കി കറക്റ്റാണോ എന്നുള്ള എല്ലാ വർഷവും നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഈ സമയത്താണ്, ഇപ്പോൾ ഈ നവംബർ ഡിസംബർ ആ സമയത്താണ് നമ്മൾ ശരിക്കും അത് കറക്റ്റായിട്ടും ചെക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. കാരണം ഹൈ പ്രൊഡക്ഷനിലേക്ക് ഇപ്പം വരുവാണ്, ഏറ്റവും നല്ല വെയിലുള്ള സമയമാണ്. ഈ സമയത്ത് നമ്മൾ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുവാണെങ്കിൽ ഈ ഒരു വിഷയം മാക്സിമം നമുക്ക് ഒഴിവാക്കാവുന്നതായിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ഈ സർവീസ് ഫ്രീ ആക്കുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഒരു വർക്ക് നമ്മൾ ചെയ്തതിന് ശേഷം പിന്നീട് ടെക്നീഷ്യനെ വിട്ട് അത് ചെയ്യിപ്പിക്കുമ്പോൾ, അല്ലെ 6 മാസം കഴിയുമ്പോൾ ഇത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വിടുമ്പോൾ അതിന് പൈസ ഒന്നും കിട്ടത്തിലാവുന്നതിമ്പോഴത്തേക്കും ഇത് ചെയ്ത കമ്പനിക്കും അതുപോലെ തന്നെ പോകുന്ന ടെക്നീഷ്യനും ഒക്കെ ഒരു താല്പര്യക്കുറവായിരിക്കും ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ചെക്കിങ് നടക്കാതെ വരാനുള്ള സാധ്യതയുണ്ട്. കസ്റ്റമർ പുറകെ നടന്നാൽ പോലും ചിലപ്പോൾ ഇവർ ആളെ വിടത്തില്ല, അത് കുഴപ്പമില്ല, ഇതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തള്ളിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ പെയ്ഡ് ആണെങ്കിൽ, നിങ്ങളൊരു പൈസ കൊടുത്താൽ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പൈസ അതിനുള്ളൊരു കൂലി അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ എല്ലാ വർഷവും കൃത്യമായിട്ടും വന്ന് അവരിത് ചെയ്തേച്ച് പൊക്കോളും. അപ്പം ഇത് ചെയ്യുന്നവരും ഫ്രീ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് ഫ്രീ വാങ്ങാതിരിക്കുന്നതാണ് ചെയ്യിപ്പിച്ചവർക്കും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, ഞാൻ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പലയിടത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഫ്രീ കൊടുത്തിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലാത്തൊരു സാഹചര്യം. അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഓഫ് ഗ്രിഡിലാണോ ഓൺ ഗ്രിഡിലാണോ കൂടുതൽ കത്താനായിട്ടുള്ള സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഓഫ് ഗ്രിഡിലാണ് കൂടുതലും സാധ്യത വരുന്നത്. അതുപോലെ ഹൈബ്രിഡിലും സാധ്യത കൂടുതലാണ്. ഈ ഓൺ ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അതിന് ബാറ്ററി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ഒരു പ്രശ്നമില്ല. മാത്രമല്ല അത് ഔട്ട് സൈഡിൽ വെളിയിൽ ഭിത്തിയിലാണല്ലോ എല്ലാം അടിച്ചൊക്കെ വെച്ചേക്കുന്നത്, അതുകൊണ്ടും അവിടെ നിന്നൊരു ചെറിയ പ്രശ്നം ഉണ്ടായാലും വലിയ പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ട് ഓഫ് ഗ്രിഡുകാരാണ് കൂടുതൽ ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ നമ്മളുടെ പാനലുകൾ തീ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടാണ് ഈ പാനൽ തീ പിടിക്കുന്നത്. അപ്പം ഞാനിതിന് മുൻപ് ഈ ഹോട്ട്സ്പോട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ കുറേ പേരെന്നെ വിമർശിച്ചായിരുന്നു, അങ്ങനെ ഒരു സംഭവം ഇല്ല, ഹോട്ട്സ്പോട്ടൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് സംഭവം ശരിക്കും ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ വരുന്ന ഈ ബൈഫേഷ്യൽ പാനലുകൾക്ക് ഹോട്ട്സ്പോട്ട് ഉണ്ടായിട്ടുള്ള തീ കത്തൽ കുറച്ച് കുറവാണ്. കാരണം രണ്ട് സൈഡും ഗ്ലാസ് ആണല്ലോ. അതിന് മുമ്പ് ആ ഷീറ്റ് വെച്ചിട്ടുള്ള രീതിയിലുള്ള പാനലുകളാണെങ്കിൽ കുറച്ച് കൂടുതലാണെങ്കിൽ ഈ ഹോട്ട്സ്പോട്ട് വന്നു കഴിഞ്ഞാൽ അടിയിൽ നിന്ന് തീ കത്തിക്കാറാനുള്ള സാധ്യത, തീ പിടിച്ച് അത് ബേണായി പോകാനുള്ള സാധ്യതയൊക്കെ വളരെയധികം കൂടുതലാണ്. അതുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഹോട്ട്സ്പോട്ട് ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ പാനലിൻ്റെ മാനുഫാക്ചറിങ്ങിൽ തന്നെ ചെറിയ ഡിഫക്റ്റ് വന്നിട്ടുണ്ടാവാം. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിലൊരു ഷെയ്ഡ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷെയ്ഡ്, ഒരു കുറച്ച് മേഖല മാത്രം വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ട്സ്പോട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഹാഫ് കട്ട് പാനലുകൾക്ക് ഹോട്ട്സ്പോട്ട് ഉണ്ടായാലും ഇങ്ങനെയുള്ള വലിയ തോതിലുള്ള തീപിടുത്തം ഉണ്ടാകാനും അങ്ങനെയുള്ള സംഭവങ്ങൾ കുറവാണ്. പക്ഷേ സിംഗിൾ കട്ടാണെങ്കിൽ ഈ ഹീറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. 100-150 ഡിഗ്രി സെൽഷ്യസ് വരെ ഒരു സെല്ലിന് ഹീറ്റ് വരാനുള്ള സാധ്യതയുണ്ട് സിംഗിൾ കട്ടിനകത്താണെങ്കിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ട്സ്പോട്ട് വന്ന് അവിടെ നിന്ന് തീ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും മറ്റേതുപോലെ വലിയ തീയായിട്ട് കത്താൻ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് അവിടുന്ന്. കാരണം അത് അവിടെ കത്താൻ വേറെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് ഉരുകി കത്തിയൊക്കെ ബേണായി പോയി ആ ഒരു പാനലൊക്കെ നശിച്ചു പോകുക, അങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂസൊക്കെ അതിനകത്ത് സാറിന് ഇതിൽ വരാൻ സാധ്യതയുള്ളൂ. വലിയ ഒരു അപകട സാധ്യത അതിനകത്തുനിന്ന് കുറവാണ്. പിന്നെ ഒരു ചേട്ടന് ഒരു യൂട്യൂബിനകത്ത് ഞാൻ പറയുന്നത് കണ്ടാണ്, ഒരു MCB കംപ്ലൈൻ്റ് ആയിട്ട് നല്ലൊരു അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് നല്ലൊരു കമ്പനിയുടെ തന്നെ ഒരു MCB ആണ്. അതിൻ്റെ ആ DB ബോക്സും എല്ലാം കത്തിപ്പോയി മൊത്തം. എന്നിട്ട് പുള്ളിക്കാരൻ അത് മാറ്റിയിടുകയാണ്. അപ്പം ക്വാളിറ്റി കുറഞ്ഞൊരു സാധനം ഇട്ടുകൊണ്ടാണ് ഇത് കത്തിപ്പോയതെന്നാണ് പുള്ളിക്കാരന് ശരിക്കും അതിനകത്ത് പറയുന്നത്. പക്ഷേ അതല്ല, അതിന് സാധ്യത വളരെ കുറവാണ്. MCBകൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ടില്ല. ഇപ്പോൾ നിലവിലുള്ള ഏത് കമ്പനിയുടെ MCB വെച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് MCBയുടെ ക്വാളിറ്റി കുറവുകൊണ്ട് കത്താറില്ല. എത്ര നല്ലത് വെച്ചാലും പക്ഷേ കത്തുകയും ചെയ്യും. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ വിഷയം തന്നെയാണ്. നിങ്ങൾ ശരിക്കും ഇതിനകത്ത് ക്രംബ് ചെയ്തിട്ടുള്ള ഫെറോൾ ഇട്ട് തന്നെ ഇതെല്ലാം കറക്റ്റായിട്ട് ജോയിൻറ്റ് ചെയ്യും, നല്ലപോലെ ടൈറ്റ് ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിൽക്കത്തുള്ളൂ. ഇതിടാതെ കൊടുത്ത കേസിനകത്തായിരിക്കും കൂടുതലും ഇങ്ങനെ കത്താനായിട്ടുള്ള സാധ്യത വരുന്നത്. മാത്രമല്ല എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഈ ലൂസ് കോണ്ടാക്ട് എവിടെയെങ്കിലും വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും തീ കത്തും. അതിന് ആ കമ്പനീനെ കുറ്റം പറഞ്ഞിട്ട് അല്ല, ഏത് കമ്പനിയുടെ ആണെന്ന് പറഞ്ഞാൽ ലൂസ് കോണ്ടാക്ട് വന്നത് ഞാൻ കണ്ടല്ലോ. ഇപ്പം നിങ്ങൾ തീ കത്തുന്നത് നിങ്ങൾ കണ്ടല്ലോ, എത്ര ഭീകരമായിട്ടുള്ള രീതിയിലാവും കത്തുന്നതെന്ന്. അപ്പോൾ ലൂസ് കോണ്ടാക്ട് വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല. സോളാർ പാനലിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിൻ്റെ ഒരു പ്രത്യേകതയാണത്. സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ള തീ കത്തലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഫെറോള്
ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് എങ്ങനെയാണ് ഇത് ഫെറോൾ ഫിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഈ MC4 കണക്ടർ ഇതിനകത്ത് ഇത് ക്രിമ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിന് പ്രത്യേക ഒരു ക്രിമ്പിങ് ടൂളുണ്ട്. അത് വെച്ച് തന്നെ ചെയ്യണം. അല്ലാതെ നിങ്ങൾ എന്നാ ചെയ്തെന്ന് പറഞ്ഞാലും ഈ സാധനം കറക്റ്റായിട്ട് മുറുകിയിരിക്കത്തില്ല. മുറുകാതിരുന്ന് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് സ്പാർക്കാവും, കത്തിപ്പിടിക്കും. അപ്പോൾ ഇത് നല്ല വേനൽക്കാലമാണ്, നല്ല ഹൈ പ്രൊഡക്ഷനാണ് സോളാറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്ലാന്റ് ഒന്ന് ചെക്ക് ചെയ്യുക, കൃത്യമായിട്ടും എല്ലാ സ്ക്രൂകളും കൃത്യമായിട്ട് മുറുക്കി വയ്ക്കുക. എവിടെയെങ്കിലും ഹീറ്റ് ആകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഹീറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന MCB ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും ഐസൊലേറ്റർ ആണെങ്കിലും അത് മാറ്റി വേറെ റീപ്ലേസ് ചെയ്യിപ്പിക്കുക. വെച്ചോണ്ടിരിക്കരുത് ഒരു കാരണവശാലും. കാരണം അത് ഹീറ്റായാലും തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും അവിടെ തീപിടുത്തം ഉണ്ടാകും. കൂടുതൽ നഷ്ടം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു പാർട്ട് നമ്മൾ ജസ്റ്റ് മാറി സേഫ് ആകുന്നതായിരിക്കും നമുക്ക് നല്ലത്. അതുപോലെ തന്നെ നിങ്ങളുടെ കേബിളുകളൊക്കെ എവിടെയെങ്കിലും വലിയ എലി കടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ഷോർട്ട് ആകാനോ സ്പാർക്ക് ആകാനുള്ള സാധ്യതയുള്ള രീതി വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. എല്ലാം നിങ്ങൾ കൃത്യമായിട്ടും പൈപ്പ് വഴിയൊക്കെ ഫുള്ളായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. സിംഗിൾ ഒരു ലൈൻ കിടക്കുന്നുണ്ടെങ്കിൽ പ്രശ്നം വരില്ല. പക്ഷേ 2 ലൈൻ പോരുന്നിടത്ത് എലി കടിച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കേസാണ്. തീപിടുത്തം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഏറ്റവും കൂടുതലൊരു കേസാണ്. 2 പോസിറ്റീവ് നെഗറ്റീവ് പാനലിൽ നിന്ന് പോരുന്നത് നമ്മൾ ചേർത്താൽ പോരുന്നുണ്ടെങ്കിൽ അതിലെവിടെയെങ്കിലും എലി കറണ്ട് വെക്കും. എലി കറണ്ട് വെച്ച് കഴിഞ്ഞാൽ ചേർന്ന് വന്നു കഴിഞ്ഞാൽ അത് തമ്മിൽ ചെറുതായിട്ടൊന്ന് സ്പാർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വളരെ വേഗത്തിൽ ആൾ തീയായിട്ട് കത്തും. നമ്മൾ ബാക്കി താഴെയുള്ള ഭാഗം എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. പക്ഷേ ഈ പോരുന്ന ലൈൻ ആയതുകൊണ്ട് അത് പോരുന്നിടത്ത് എവിടെയും തടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു തടിയെ കൂടെ ചേർന്നൊക്കെ ഇതിൽ പോരുന്നുണ്ടെങ്കിൽ അവിടുന്ന് ആ തടിയെ കയറി കത്തും. കത്തിയാൽ പിന്നെ ഒരു രക്ഷയില്ല. വേനൽക്കാലം കൂടെ ആയതുകൊണ്ട് തവിട് പൊടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 100% ഒഴിവാക്കാനൊന്നും പറ്റത്തില്ലെങ്കിൽ നമ്മൾ മാക്സിമം നോക്കണം. നിങ്ങളെല്ലാം ചെക്ക് ചെയ്യണം ഈ സമയത്ത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നത്. നല്ല വെയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം അങ്ങോട്ട് മുന്നോട്ട് നല്ല പ്രൊഡക്ഷൻ ആയിരിക്കും പാനലുകളിലെല്ലാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങളുടെ ഈ പാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വയറുകളും കേബിളുകളും അതുപോലെയുള്ള സിസ്റ്റം എല്ലാം ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ഉറപ്പ് വരുത്തണം. ചൂടോ കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തണം. വലിയൊരു അപകടം നമുക്ക് ഒരുപക്ഷെ ഒരു ചെറിയൊരു ശ്രദ്ധ കൊണ്ട് ഒന്ന് നോക്കിയാലേ നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടിയൊക്കെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. പിന്നെ നിങ്ങൾ ഇതേപോലെ ഈ പാനലുകൾ ഷോർട്ട് ചെയ്യരുത് കേട്ടോ. അതായത് നിങ്ങളുടെ പാനലിൽ നിന്ന് വരുന്ന കേബിളുകൾ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ ഇതേപോലെ ഷോർട്ട് ചെയ്ത് നിങ്ങൾ നോക്കരുത്. അപകടകരമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഒന്ന് തീ പിടിക്കും, അത് പ്രശ്നമില്ലെങ്കിലും ഇതെന്ന് വരുന്ന ഈ ഇത് ഇങ്ങനെ സ്പാർക്കാകുന്ന സമയത്ത് ഇതെന്ന് വരുന്ന ഈ കിരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് കണ്ണിനും ശരീരത്തിനുമൊക്കെ ദോഷമുള്ളതാണ്. UV കിരണങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ആ സമയത്ത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് ജസ്റ്റ് കാണിക്കാനായിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആരും ചെയ്യരുത്, പരീക്ഷിക്കുക, അങ്ങനെയൊന്നും നോക്കരുത് കേട്ടോ. ചെറിയ പാനലുകൾ ഇപ്പം 50 വാട്ട് 100 വാട്ട് അങ്ങനെയുള്ള ചെറിയ പാനലുകളാണെങ്കിൽ ചെയ്താലും അത്ര പ്രശ്നമില്ല. പവർ കൂടിയതാണെങ്കിൽ ഒരു കാരണവശാലും ഇതേപോലെ ഷോർട്ട് ചെയ്ത് പരീക്ഷിക്കരുത് കേട്ടോ. ഓക്കെ.